ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഒരു വമ്പൻ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് കത്താൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വലിയ വാർത്തയായിട്ടൊന്നും അത് അവർ അവതരിപ്പിക്കുന്നില്ല. ആം, ഇറാൻ അവരുടെ ആണവ കരാറിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പൊ ഈ ആണവ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറുന്നു എന്ന് പറയുമ്പോൾ അതൊരു ആണവ കരാറല്ലേ, ഇറാൻ ഇപ്പൊ അതിൽ നിന്ന് പിന്മാറിയ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളൊരു തോട്ടാണ് എല്ലാവർക്കും അല്ലേ. ഇപ്പൊ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിലും ആണവ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറുന്നു, അതുകൊണ്ട് എന്താ ഇപ്പൊ പ്രശ്നം? ചില ആൾക്കാർ വിചാരിക്കുന്നത് ഇറാനോട് ആണവായുധം ഉണ്ടാക്കരുത് എന്ന് അമേരിക്ക പറഞ്ഞല്ലോ. അപ്പൊ ഇറാൻ പറഞ്ഞു ഉണ്ടാക്കുമെന്ന്. ആ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ആ സാധനത്തിൽ നിന്നായിരിക്കും ഇറാൻ പിന്മാറുന്നത് എന്നായിരിക്കും അവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവം. എന്തായാലും ഈ ഇറാൻ ഈ ആണവ കരാറിൽ നിന്ന് പിന്മാറുന്നതോടുകൂടി ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇറാനെതിരെ തിരിയാൻ പോവുകയാണ്. അമേരിക്കയ്ക്ക് ഇനി ഇറാനെ ആക്രമിക്കാതെ യാതൊരുവിധ നിർവാഹവും ഇല്ല എന്ന കാര്യത്തിലേക്ക് സംഭവങ്ങൾ നീങ്ങുകയാണ്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് US സെൻസ് ന്യൂക്ലിയർ പവർഡ് എയർക്രാഫ്റ്റ് കാരിയർ USS നിമിറ്റ്സ് ടു ദ മിഡിൽ ഈസ്റ്റ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ന്യൂക്ലിയർ പവർഡ് എയർക്രാഫ്റ്റ് US ഇറാനെ ആക്രമിക്കാനായിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ബ്രിട്ടൻ മിഡിൽ ഈസ്റ്റിലേക്ക് അവരുടെ സേനയെ നീക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോ ഇറാൻ ഈ ആണവ കരാറിൽ നിന്ന് പിന്മാറുമ്പോൾ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? എന്താണ് ഈ ആണവ കരാർ? കഴിഞ്ഞ ദിവസം നമ്മൾ വന്നൊരു വാർത്ത, ഇന്റർനാഷണൽ തലത്തിലൊക്കെ വലിയൊരു വാർത്തയായിരുന്നു. ഇറാൻ ഈ ആണവ കരാറിൽ നിന്ന് പിന്മാറും എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ലഭ്യമാകുന്ന വിവരം, അവരുടെ പാർലമെന്റ് അത് പിന്മാറാനുള്ള നിയമം പാസ്സാക്കിയിരിക്കുന്നു. ഇനി അവർക്കൊരു സമിതി കൂടിയുണ്ട്, അവിടെ ഒരു 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 ഹൈ അതോറിറ്റി കൂടി ഉണ്ട്. അവർ കൂടി പാസ്സാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രണ്ട് ഓപ്ഷൻ ഇനി ഇറാന്റെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ അത് തൽക്കാലത്തേക്ക് ഒന്ന് പെൻഡിങ് വെക്കുക, അതല്ലെങ്കിൽ അത് പാസ്സാക്കുക എന്നുള്ളത്. ഇനി നോ പറയാൻ പറ്റില്ല. കാരണം അവിടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികൾക്ക് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടായി. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ ആയിരുന്നു. നമുക്കറിയാം, ഈ ഇറാൻ വർഷങ്ങളായിട്ട് തന്നെ ഈ ആണവ ആയുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു എന്നൊരു വലിയ വാർത്ത ഉണ്ടായിരുന്നു. ഇതിനെതിരെ തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പരസ്യമായിട്ട് രംഗത്ത് വരികയും ചെയ്തു. കാരണം ലോകത്ത് 9 രാജ്യങ്ങളാണ് ലീഗലി ആണവായുധങ്ങളുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഉണ്ട്. അതായത് 9 രാജ്യങ്ങളാണ്. ഇനി ആരും അറിയാതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇസ്രായേലിന്റെ പക്കലും 100-ലധികം ആണവായുധങ്ങൾ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. അറിയില്ല, ഒരുപാട് രാജ്യങ്ങൾക്ക് ഉണ്ടാകുമായിരിക്കാം. പക്ഷെ ഇത് ഈ അംഗീകൃതമായിട്ടുണ്ടല്ലോ, ലോകം അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയുടെ പരിശോധനകളും മറ്റുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുകയും ആണവ റിയാക്ടറുകൾക്ക് അവർ ചെക്കിങ്ങിന് വരികയും വലിയ പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തു. അതൊരു ഒരു ഇന്റർനാഷണൽ അടിസ്ഥാനത്തിൽ തന്നെ ഐക്യരാഷ്ട്ര സഭയുടെ കീഴിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു ന്യൂക്ലിയർ കമ്മിറ്റിയാണ് അതിൽ. അപ്പം ഇത് തന്നെയായിരുന്നു ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രധാന പ്രശ്നം. അമേരിക്ക 2015 കൂടി ഇറാനുമായിട്ട് ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തുകയും 2015 ഇറാൻ ഇതിന്റെ ഒരു ഒപ്പ് വെക്കുകയും കൂടി ചെയ്തിരുന്നു. 2015 ശരി, ഞങ്ങൾ ഇതെല്ലാം അംഗീകരിക്കുന്നു, നിങ്ങൾ നമുക്ക് ഇനി ഇതിനകത്ത് ഞങ്ങൾ അംഗമാണ്. അപ്പൊ അംഗമാകണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഈ ഇൻസ്പെക്ഷനൊക്കെ വിധേയമാകണം, അവരുടെ മാനദണ്ഡങ്ങൾ പാലിക്കണം, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് ഈ ലോകരാജ്യങ്ങളിലുള്ള ന്യൂക്ലിയർ ശക്തികളായിട്ടുള്ള ലോകരാജ്യങ്ങൾ അവർക്ക് എന്തൊക്കെ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട്, അവരുടെ ആണവോർജ്ജം എങ്ങനെയാണ്, അവർ എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു സമിതിയാണല്ലേ ഇത്. ആ സമിതിയിൽ ഇറാൻ 2015 അംഗമാകാമെന്ന് തീരുമാനിച്ചു. അതോടുകൂടി ലോകരാജ്യങ്ങൾക്ക് ഇറാനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇറാൻ ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു, റദ്ദാക്കാൻ തീരുമാനിച്ചു. അതല്ലേ സംഭവം? അതല്ല, അപ്പൊ സ്വാഭാവികമായിട്ട് അതിനുശേഷം ഇറാനിലെ ഇവർ വരികയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. ഇതിന്റെ ഈ അംഗങ്ങൾ വരികയും ഇതിന്റെ പരിശോധനകളും മറ്റുമൊക്കെ ആദ്യഘട്ടത്തിൽ നടന്നെങ്കിൽ പിന്നീട് ഇറാൻ ഇവരെ ഒന്നും അടുപ്പിച്ചിട്ടില്ല. കാരണം ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ഈ ഒരു ഊർജ്ജ പ്രതിസന്ധി, ശരിയാണ് പറയുന്നത്, അവർ പറയുന്നത് അതൊരു കാര്യമുണ്ട്. കാരണം വലിയ ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പൊ ഞങ്ങളുടെ ഈ ഊർജ്ജ പ്രതിസന്ധിയിൽ ഞങ്ങളെ കുറച്ചുകൂടെ പിന്നാക്കം കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ പിന്നോട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് പറഞ്ഞിട്ട് ഇവരിത് ബ്ലോക്ക് ചെയ്തതോടെ വീണ്ടും ഈ വിഷയം ഉയർന്നു വരികയും അമേരിക്ക ഇതിനായിട്ട് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ കൂടി അദ്ദേഹം പറഞ്ഞത് ഇതിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയാൽ ഇറാൻ ഒരു കനത്ത വില നൽകേണ്ടി വരും. അപ്പൊ ഇറാൻ ഇപ്പോൾ പിന്മാറുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഇത് ഓപ്പണായിട്ട് തന്നെ ഞങ്ങളിതില്ല. അപ്പം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 2-3 മാസം മുമ്പ് വ്ളാഡിമിർ പുടിൻ അവരുടെ ആണവ നയം മാറ്റിയിരുന്നു. അവരുടെ ആണവ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ആണവായുധം, അതെല്ലാ രാജ്യങ്ങളുടെ അങ്ങനെ തന്നെയാണ്, ആണവായുധം ഉള്ള രാജ്യങ്ങൾ അതില്ലാത്ത രാജ്യങ്ങളിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കില്ല എന്നായിരുന്നു. പക്ഷെ പുടിൻ കഴിഞ്ഞ 2 മാസം മുമ്പായിരുന്നു അവരുടെ പാർലമെന്റ് നിയമം പുതിയതായിട്ട് കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഇല്ല, ഇനി മുതൽ
ഞങ്ങൾക്കെതിരെ പാശ്ചാത്യ ശക്തികളുടെ ആയുധങ്ങൾ പ്രയോഗിച്ച് ഞങ്ങൾ അത് പ്രയോഗിക്കും എന്ന് പറഞ്ഞാൽ അവരവരുടെ നയം മാറ്റി എഴുതി. ഇപ്പോൾ ഇറാൻ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ ഓൾറെഡി ഞങ്ങൾ ആണവായുധങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയുന്നതിന് തുല്യം തന്നെയാണ്. ഈ അവസരത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് വാറല്ലാതെ വേറെ മാർഗമില്ല. കാരണം ട്രംപ് പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ടി വരും. കാരണം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും, ഇസ്രായേലിനെയും ഇറാനെയും കൂടെ ഒരു ടേബിളിൽ ഇരുത്തും, ഇന്ത്യയും പാകിസ്ഥാനെയും പോലെ ഓക്കെയാക്കി വിടും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ചർച്ചയിലാണെന്ന് ധനുഷ് പറഞ്ഞൊരു കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഒരു യുദ്ധം തീർക്കാൻ പോയിട്ട് ഇപ്പൊ യുദ്ധം 3 ലോകത്തെന്ന് പറയുന്നത് പോലത്തെ ഒരവസ്ഥയായി. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം തീർക്കാനായിട്ട് പുള്ളി ഇറങ്ങി തിരിച്ചതാണ്. അവിടെ അതിനിടയ്ക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ അടി നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം തീർക്കാൻ പോയി ഇതിപ്പോ ഇറാൻ ഇസ്രായേൽ അടി നടക്കുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഇനിയിപ്പോ അവർക്ക് ഇപ്പൊ ഈ പറഞ്ഞ അവരുടെ വാർഷിപ്പ്, ന്യൂക്ലിയർ വെപ്പൺസ് വഹിക്കുന്ന വാർഷിപ്പ് ഒക്കെ അമേരിക്ക നീക്കിയ സ്ഥിതിക്ക് അതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകും. ഇവിടെ ലോകം ഭയക്കുന്ന മറ്റൊന്നും കൂടി ഉണ്ട് ഇതിനകത്ത്. ഈ ആണവായുധങ്ങൾ ഇറാനെ സംബന്ധിച്ച് ഇല്ല എന്നാണ് പൊതുവെ ഉള്ളൊരു വെയ്പ്പ്. പക്ഷെ ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല. ഇസ്രായേൽ പറയുന്നു അവരേതാണ്ട് ഒരു 83% അതിനകത്ത് അവർ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഈ ആണവ ന്യൂക്ലിയർ ഹെഡ്സ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും, അത് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഇസ്രായേൽ പറയുന്നു. ഇനി ഇസ്രായേൽ പറയുന്നതാണോ സത്യം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും വിനാശകരമായ ആയുധങ്ങൾ ഇറാന്റെ പക്കലുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യവുമാണ്. അങ്ങനെയെങ്കിൽ ഇറാൻ അങ്ങനെ ഒരു രീതിയിലേക്ക് മുൻപോട്ട് വരികയും ഇപ്പോഴിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് തന്നെ അമേരിക്കയ്ക്ക് കളത്തിലിറങ്ങാനുള്ള ഒരു വലിയ സുവർണാവസരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഞാനിങ്ങനെ സൂചിപ്പിച്ചിരുന്നു. കാരണം അമേരിക്കയെ എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിലേക്ക് വലിച്ചിടുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലത്തെ ഇറാന്റെ പ്രധാന എയിം. അതിനൊരു ലക്ഷ്യമുണ്ട്. കാരണം നിലവിൽ അമേരിക്ക കൂടി യുദ്ധത്തിലേക്ക് നേരിട്ട് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള അമേരിക്കയിൽ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി അവർക്കുണ്ട് നിലവിൽ. അപ്പൊ അത് മറികടക്കാനായിട്ടാണ് ഈ ട്രംപ് പുതിയ നയങ്ങളൊക്കെ രൂപീകരിച്ചുകൊണ്ട് താരിഫ് യുദ്ധവും മറ്റുമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം അത് കുറച്ചുകൂടി ആക്കം കൂട്ടാനും അവരുടെ ഇപ്പോഴുള്ള മുന്നേറ്റത്തെ ഒന്ന് തടയിടാനും കഴിയും ഒരു യുദ്ധത്തിലേക്ക് ഒരു രാജ്യം ഇറങ്ങിത്തിരിക്കുമ്പോൾ. അപ്പോൾ ഒരുപക്ഷെ റഷ്യയുടെയോ ചൈനയുടെയോ ഒക്കെ പിന്തുണയോടുകൂടി തന്നെ ആയിരിക്കും ഇറാൻ ഇവരെ വലിച്ചഴക്കാനുള്ള ശ്രമം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മളിത് ചർച്ച ചെയ്തതാണ്, ഈ അമേരിക്കയെ വലിച്ചഴക്കാൻ ഒരു ശ്രമം നടക്കുന്നു. ട്രംപ് അതിൽ കൊത്താതാണ് നിൽക്കുന്നത്. ട്രംപ് ഒരു സൈഡിൽ പറയുന്നുണ്ട് ഇത് തീർക്കണം, ഞാനിപ്പോൾ തീർത്തു തരുമെന്ന് പറയുന്നുണ്ട്, മറു സൈഡിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ട്രംപിന് എന്താണ് ഓപ്ഷൻ എന്നുള്ളതാണ് അതിനകത്ത് പ്രധാന വാർത്ത. ഇനി അദ്ദേഹത്തിന് പറയാനായിട്ടൊന്നുമില്ല. കാരണം അവരിനി കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ 5 വട്ട ചർച്ചകൾ നടത്തിയതേ ഉള്ളൂ. ദോഹയിൽ വെച്ച് ലാസ്റ്റ് 6ാം വട്ട ചർച്ച നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇപ്പൊ ഇസ്രായേലിന്റെ അടി വന്നത്. ഇതെല്ലാം ഒരു പ്ലാൻഡ് ആയിട്ട് തന്നെ ഒരു സംഘർഷമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞൊരു കാര്യം, ഞാൻ 60 ദിവസം ഇറാന് നൽകുന്നു, ഈ 60 ദിവസത്തിനുള്ളിൽ നടക്കുന്ന ചർച്ചകളിൽ ഒരു ഫലം കാണുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 60 ദിവസം കഴിഞ്ഞ് 61ാമത്തെ ദിവസമാണ് ഇസ്രായേൽ അടിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ ഇറാൻ ഒരു വലിയ തീരുമാനം എടുത്തിരിക്കുന്നു. കാരണം ഇറാന്റെ ജനതയ്ക്ക് വലിയ ആവേശം നൽകിക്കൊണ്ട് എക്കാലവും അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒന്നാണ് ഇറാൻ സ്വന്തമായി ആണവായുധം നിർമ്മിക്കും എന്നുള്ള കാര്യം. ഇപ്പം ഇറാൻ ഈ ആണവ കരാറിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള ഈ അറബ് രാജ്യങ്ങളുടെയും നിലപാടിൽ മാറ്റം വരും. ഇന്നലെ വരെ പറഞ്ഞ നിലപാടായിരിക്കില്ല ഇനി അവർക്ക് പറയാനുണ്ടാകുക. കാരണം ഇത് ഇങ്ങനെ ഒരു ആണവ രാജ്യം തൊട്ടടുത്ത് വരിക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇറാനെ പോലൊരു രാജ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചും അതൊരു ആത്മഹത്യാപരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ വിഷയമായി വരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുന്നത്. ഇവിടെ ഇറാൻ അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ഇപ്പൊ ഈ ഗസ പോലോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിസ്ബുള്ളയെ പോലെയോ ഒന്നും പെട്ടെന്ന് തകർത്ത് മുന്നേറുക അസാധ്യമായ ഒരു കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യവുമാണ്. നമ്മൾ വെറുതെ കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. മറ്റ് സ്ഥലങ്ങൾ പോലെയല്ല. ഇതിലിപ്പോ ഇറാനെയൊക്കെ പിന്തുണയ്ക്കാനായിട്ട് റഷ്യയോ ഉത്തര കൊറിയ ചൈന കണക്കുള്ള രാജ്യങ്ങൾ ഇപ്പം തന്നെ നിലവിൽ ചൈന, കാരണം ചൈനയ്ക്ക് ഇറാനിൽ ഒരുപാട് വ്യവസായിക താല്പര്യമുണ്ട്. ലോകത്തില് ഇറാന്റെ പക്കൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ഒരു രാജ്യം ചൈനയാണ്. ഏറ്റവും കൂടുതൽ എണ്ണ ഇറാനിൽ നിന്ന് വാങ്ങുന്ന ചൈനയാണ്. ഇപ്പൊ ഇറാനിൽ നിന്ന് വാങ്ങുന്ന എണ്ണ ആയിരുന്നു ഈ ചൈനയുടെ വേറൊരു ബലം. റഷ്യയിൽ നിന്ന് അവരിപ്പോ വളരെ കുറവാണ് വാങ്ങുന്നത്. ഇപ്പൊ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നത് നമ്മളാ. അപ്പം ഈ ഒരു രീതിയിൽ ചൈനയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ അവർക്ക് ബാക്ക് ചെയ്തേ പറ്റൂ. കാരണം ഈ സമീപകാലത്തെല്ലാം ചൈന തൊടുന്നതെല്ലാം പിഴച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, അവർ ഫണ്ടിറക്കിയിട്ടതെല്ലാം മുതൽ പോലും കിട്ടാത്ത ഒരു സാഹചര്യം എന്ന് മാത്രമല്ല ആ രാജ്യങ്ങളെല്ലാം കുട്ടിച്ചോറാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ട. ശ്രീലങ്ക, മാൽദീവ്സ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇവിടെ എല്ലാം അതാണ് അവസ്ഥ. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് അവര് കഴിഞ്ഞ ദിവസം അവരുടെ വിമാനം എത്തിയിരുന്നു എന്നൊക്കെ പറയുന്നു. ഏതായാലും ചൈനയ്ക്ക് ഇതിലിപ്പോ എന്തെങ്കിലും ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ നട്ടലൊടിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. കാരണം ഇപ്പൊ തന്നെ അവിടുത്തെ എണ്ണപ്പാടങ്ങൾക്കൊക്കെ ഇസ്രായേൽ തീയിട്ട് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ ഗ്യാസിന്റെ ഗോഡൌണിലും അവരുടെ ഫാക്ടറിയിലും അതിന്റെ ഒരു നിർമ്മാണ കേന്ദ്രങ്ങളിലും ഒക്കെ
ഉൽപാദന കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ അവർ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ സാമ്പത്തിക നട്ടൽ ഒടിയപ്പെടുന്ന ഒരു രാജ്യം അതിൽ ചൈനയാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ നിലപാട് നിർണായകമാണ്. പിന്നെ റഷ്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, റഷ്യ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഉക്രൈന് നേരെ മാരകമായ ഒരു ആക്രമണം നടത്തുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതായ ഒരു കാര്യമാണ്. കാരണം റഷ്യയെ സംബന്ധിച്ച് ഇറാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവരെയും ബാധിക്കും. കാരണം റഷ്യയുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന അടുത്ത് പോകുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ അവരുടെ പിടി അയഞ്ഞു പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം ഇപ്പോൾ റഷ്യയുടെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ ഇറാൻ മാത്രമേ ഉള്ളൂ. ബാക്കി ആരും അങ്ങനെ ഉറച്ചു നിൽക്കുന്നില്ല. അവിടെ ഇവിടെ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെയാണ്. അതൊരു വലിയ വിഷയമാണ്. ഇന്ത്യയുടെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. ഇന്ത്യക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്തുമാത്രമായിരിക്കും, അത് എത്രത്തോളം വരും എന്നുള്ളത്. കാരണം ഈ എണ്ണയ്ക്ക് ബാരലിന് $120 എത്തിക്കഴിഞ്ഞാൽ, ഇന്നലെ തന്നെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ നഷ്ടത്തിലേക്ക് പോയി തുടങ്ങി എന്നുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എണ്ണ വില കൂടുകയും അത് നിത്യോപയോഗ സാധനങ്ങളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ യുദ്ധത്തിനെ അനുകൂലിച്ചുകൊണ്ട് അവിടെ അടി ഇവിടെ അടി എന്ന് പറയുന്ന നമ്മളൊക്കെ തന്നെ തിരിച്ച് നാളെ ഈ പെട്രോളിന്റെ വില കൂടുമ്പോഴത്തേനും ചീത്ത വിളിക്കുകയും ഒപ്പം തന്നെ എന്താ പറയുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അധികം വൈകില്ലത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. ഒപ്പം തന്നെ യൂറോപ്യൻ കൺട്രീസ് എല്ലാം കൂടി ഇപ്പൊ രംഗത്തിറങ്ങുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പൊ ഓൾറെഡി തന്നെ മെഡിറ്ററേനിയൻ കടലിലും ചെങ്കടലിലും അടക്കം അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയവരുടെയൊക്കെ വാർഷിപ്പുകൾ നേരത്തെ മുതൽ തന്നെ വന്നതാണ്. അതായത് ഇസ്രയേല് ഈ ഹമാസിനെ ആക്രമിച്ചൊരു പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ഹിസ്ബുള്ളയുടെ അടുത്ത് തിരിഞ്ഞപ്പോൾ തന്നെ ഈ വാർഷിപ്പുകളുടെയൊക്കെ എണ്ണം അവർ കൂട്ടിയിരിക്കുകയാണ്. ഇപ്പം ധനുഷ് ഇപ്പൊ പറഞ്ഞ വാർത്ത പുതിയതാണ്. അവരുടെ ഈ ന്യൂക്ലിയർ വെപ്പൺസ് വഹിച്ചിട്ടുള്ള വാർഷിപ്പ് വരുന്നു എന്നുള്ളത് ഒരു പുതിയ വാർത്ത തന്നെയാണ്. അത് വലിയ വാർത്തയാണ്. കാരണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ഇറാൻ അത്തരത്തിലൊരു ആണവായുധം പ്രയോഗിച്ചേക്കാം. സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അവിടുത്തെ കാര്യമല്ലോ. കാരണം അമേരിക്ക അവരുടെ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള ഒരു ഷിപ്പ് അങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി തന്നെ ഇവിടെ അത്തരത്തിൽ, അത് മാത്രമല്ല, ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും, ഗുരുതരമായ ഒരു ഭീകരാവസ്ഥ ഇറാൻ നേരിടേണ്ടി വരും എന്ന് പറയുന്നു. ഇതിനിടയിലാണ് ഒരു വാർത്ത ഇറാനിയൻ മീഡിയാസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്, ഖമേനി ഫാമിലിയും ബങ്കറിലേക്ക് ഒളിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഇറാനിൽ നിന്നുള്ള മുഴുവൻ ഇന്ത്യൻ പൗരന്മാരെ, ഏതാണ്ട് 1500ഓളം കുട്ടികൾ, കാശ്മീരി കുട്ടികളാണ്, അവരവിടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ആ കുട്ടികളടക്കം എത്രയും പെട്ടെന്ന് അവിടുന്ന് നമ്മൾ അവരെ കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നു. അതായത് ടെഹ്റാനിൽ ഇല്ലെങ്കിൽ ഇറാന്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ വലിയ ഒരു ആക്രമണം വരും ദിവസങ്ങൾ ഉണ്ടാകും എന്ന് ഇന്റർനാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ ആ ദിവസങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ വലിയൊരു ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന്റെ അവസാനം എന്താ? കാരണം ഇപ്പോഴും ഇറാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഈ ഇറാനെ മനസ്സുകൊണ്ടെങ്കിലും പിന്തുണച്ചവർക്ക് പരസ്യമായിട്ട് ഇറാനെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഈ ആണവ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഇനി അവശേഷിക്കുന്ന ആകെ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇവരുടെ പാർലമെന്റ് ഇപ്പോൾ പാസ്സാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ ഒരു ഹൈപ്പർ കമ്മിറ്റി ഉണ്ട്. ആ ഒരു കമ്മിറ്റി എന്ത് തീരുമാനം എടുക്കും? ആ കമ്മിറ്റിക്ക് മുമ്പ് രണ്ട് വഴികൾ. ഒന്നുകിൽ ഇത് തൽക്കാലത്തേക്കൊന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തുക, അതായത് ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് വേണ്ടി ഒന്ന് പെൻഡിങ്ങിൽ വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ, കാരണം നോ പറയാൻ പറ്റില്ല അവർക്ക്. കാരണം ഇറാൻ എല്ലാ കാലവും ഉയർത്തിപ്പിടിച്ചിരുന്ന അവർ ആണവായുധം എന്ന് അവരല്ല അവർ പറയുന്നത്. അവർ പറഞ്ഞ ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി, അവർ പറയുന്നതിനകത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട്. അവരുടെ ഊർജ്ജ പ്രതിസന്ധി വല്ലാതെയുണ്ട്. അപ്പൊ ആ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറയുന്നു. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അവരതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുമ്പോൾ ഇനി ട്രംപിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല അദ്ദേഹത്തിന്. കാരണം അതിന് അവരുടെ പാർലമെന്റ് പാസ്സായി കഴിയുമ്പോൾ എന്ത് പറയാനാണ്? കാരണം എന്തിനു വേണ്ടിയിട്ടാണോ ഈ യുദ്ധം തുടങ്ങിയത്, എന്തിനു വേണ്ടിയിട്ടാണോ ഇറാൻ ഇക്കാലം അത്രയും ടാർഗറ്റ് ചെയ്തിരുന്നത്, ആ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടെ ഓപ്പൺ ആയിരിക്കുന്നു. അവർ പരസ്യമായിട്ട് തന്നെ പറയുന്നു, ഞങ്ങൾ പിന്മാറുകയാണ്, ഞങ്ങൾ ഇനി ഈ ആണവ കരാറിലില്ല, കുന്തത്തിലില്ല, ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യാർത്ഥം ഉണ്ടാക്കും എന്ന് അവര് പറഞ്ഞു. അത് നോക്കാനില്ല. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോഴും ഒക്കെ അവരുടെ യുദ്ധത്തിന്റെ ഷിപ്പുകളായാലും ജെറ്റുകളായാലും ഒക്കെ നീക്കി തുടങ്ങിയിരിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസമൊക്കെ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങൾക്കും അമേരിക്ക ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇറാന്റെ ഒരു നിലവിട്ട രീതി ആയതുകൊണ്ട് ഇറാനെ കുറച്ചുകൂടി ഈ അമേരിക്കയോ അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളോ ആക്രമിക്കാൻ കുറച്ചുകൂടി എളുപ്പം ഇറാഖോ ഇല്ലെങ്കിൽ കുവൈറ്റോ അടക്കം ഉള്ളിടത്ത് അവരുടെ കേന്ദ്രങ്ങളൊക്കെ കൊണ്ട് മിസൈൽ ഇടുക എന്നുള്ളതായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു താവളത്തെ മാത്രമായിരിക്കില്ല, ഒരു പക്ഷെ അവിടുത്തെ ഒരു ജനതയെ, ആ സൗദിയിലെയോ അല്ലെങ്കിൽ കുവൈറ്റിലെയോ ഒക്കെ ജനതയെ കൂടെ അത് ബാധിക്കും. അവർക്ക് ക്യാഷ്വാലിറ്റികൾ സംഭവിച്ചു കഴിഞ്ഞാൽ കളം മാറും.
അപ്പൊ അതുകൊണ്ടാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം അവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹൂത്തികളൊക്കെ നമുക്കറിയാം, മുൻപ് സൗദിക്കെതിരെയൊക്കെ ആക്രമണം നടത്തിയിട്ടുള്ളതാണ്. ഹൂത്തികളും പിന്നെയും പണി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഒരു വലിയ വാറിലേക്കാണ് പോകുന്നത്. നിർഭാഗ്യവശാൽ ഇത് ഏഷ്യയെ ബാധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് കാണാൻ കഴിയുന്നത്. കാരണം പാകിസ്ഥാന്റെ പേര് ഇതിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി. മറ്റൊന്ന്, ചൈന ഇറാനെ പരസ്യമായിട്ട് പിന്തുണച്ച ഒരു രാജ്യമാണ്. അപ്പോൾ അവരുടെ നിലപാട് എന്താണെന്ന് അറിയണം. അത് ശരിക്കും മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല. മിഡിൽ ഈസ്റ്റിൽ വാർ നടക്കുമ്പോൾ അത് അമേരിക്കൻ സഖ്യകക്ഷികളും മിഡിൽ ഈസ്റ്റുമായിട്ട് മാത്രമാണ്. പക്ഷെ അതിന് തിക്തഫലങ്ങൾ ഒരുപാട് നമ്മുടെ രാജ്യം അനുഭവിച്ചിട്ടുണ്ട്, ഇന്ത്യയൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ ഇന്ത്യക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇന്ത്യയുടെ നിലപാടുകൾ വളരെ നിർണായകമായ ഒരു ഇതാണ്. പക്ഷെ ഇന്ത്യ പഴയതുപോലെ തന്നെ ഓപ്പണായിട്ട് ഒരു നിലപാടിലേക്ക് പോകില്ല. കാരണം നമുക്കും ഒരുപാട് ബിസിനസ് താല്പര്യങ്ങൾ ഇറാനിലേക്കുണ്ട്. പക്ഷെ ഇസ്രായേലിനെ നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. അതാണ് നമ്മുടെ ഒരു 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 സാഹചര്യം. അതാണ് കാരണം ഇസ്രായേൽ നമ്മുടെ ആയുധ പങ്കാളിയാണ്, ഏറ്റവും അടുത്ത പങ്കാളിയാണ്, നമ്മുടെ ഏറ്റവും ഉറ്റ ചങ്ങാതിയാണ്, സുഹൃത്താണ്, നമ്മളെ എല്ലാ കാലത്തും പിന്തുണച്ചിരുന്ന ഒന്നാണ്. പക്ഷെ ഇറാനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഇറാനുമായിട്ട് നമുക്ക് നല്ല സൗഹൃദമായിരുന്നു. പക്ഷെ അവർ പലപ്പോഴും അവരുടെ നിലപാടുകൾ ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല. ഈവൻ ഇപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പോലും അവരുടെ നിലപാട് അങ്ങനെ ആയിരുന്നില്ല എന്നൊരു തോന്നൽ ജനിപ്പിക്കാൻ കുറഞ്ഞ പക്ഷം ഇറാനിലെ ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷെ പെഷസ്കിയാനും ഒക്കെ ആയിട്ട് ഇന്ത്യ നല്ലൊരു ബന്ധത്തിലാണ്. അവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഏത് ഭരണാധികാരി ആയാലും ഈ പട്ടാളത്തിന്റെ ഒരു വലിയ ഒരു ഒരു അപ്രമാദിത്വമുള്ള ഒരു രാജ്യമാണ്. ആ പട്ടാളത്തിന്റെ ഒരു തലവൻ എന്ന് പറഞ്ഞ ഈ അയത്തുള്ള ഖൊമീനിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഓക്കെ. മതം ഭരിക്കുന്ന ഒരു രാജ്യത്തിന് പ്രത്യേകിച്ച് അധിക ദൂരം മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം അതിന്റെ ഡയറക്ഷൻസും കാര്യങ്ങളും എല്ലാം പലപ്പോഴും പാളിപ്പോകുന്ന ഒരു കാഴ്ച അതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടാണ്, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൈന്യത്തിനാണ് എല്ലാ അധികാരങ്ങളും കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരുടെ അങ്ങനെയല്ല. അത് ചില മുകളിൽ നിന്ന് വരുന്ന ചില തിട്ടൂരങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഇറാൻ ഒരു രണ്ടും അവർ വളരെ നാളായിട്ട് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇറാൻ ഒരു അടി പ്രതീക്ഷിച്ചിരുന്നതാണ്, വളരെ കാലമായിട്ട് അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇങ്ങനൊരു സംഭവം വരും എന്നുള്ളതും തങ്ങൾക്കെതിരെ ഒരു വലിയ അറ്റാക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ പരസ്യമായിട്ട് തന്നെ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ അത് യുദ്ധം, സമ്പൂർണ്ണ യുദ്ധം എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഇതിനകത്ത് ഇനി ഒരു ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് ഇനിയിപ്പോൾ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വരണമെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും രണ്ടു കൂട്ടർ തമ്മിൽ ചർച്ചയ്ക്ക് വരണമെങ്കിൽ ഒരു വിഷയം വേണമല്ലോ. ഇപ്പോൾ ഒരു വിഷയമില്ല. ഇനിയിപ്പോൾ ഒരു വിഷയം വേണമെങ്കിൽ ഇപ്പൊ ആരും ആയിക്കോട്ടെ, ഇന്ത്യ ഇടപെട്ടാലോ ഇല്ലെങ്കിൽ റഷ്യ ഇടപെട്ടാലോ, ആരിടപെട്ട് കഴിഞ്ഞാൽ ആദ്യം വെക്കുന്ന ഡിമാൻഡ് എന്തായിരിക്കും? ഈ ആണവ കരാറിൽ ഒപ്പുവെക്കണമെന്നായിരിക്കും. ഇപ്പോഴത്തെ നിലപാടനുസരിച്ചാണെങ്കിൽ അത് പറ്റില്ല. അപ്പൊ അതിനൊരു ഓപ്ഷൻ, കോംപ്രമൈസിന്റെ ഓപ്ഷൻ നിർത്തി ഇനി ആകെ സാധ്യത അവശേഷിക്കുന്നത് ഒരു വെടിനിർത്തലായിരിക്കും. എന്തായാലും ചിലപ്പോൾ ഒരാഴ്ചക്കൊക്കെ ശേഷം ഒരു വെടിനിർത്തലിലേക്ക് പോകുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമിസ് കടലിടുക്കിന്റെ ഒക്കെ ഒരു വലിയ വിഷയങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള സംഘർഷവും കാര്യങ്ങളും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ അതിൽ ആശങ്കാകുലരാണ്, ഇടപെടുകയും ചെയ്യും. നമുക്കറിയാം, റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, പല രാജ്യങ്ങളുടെ അവസ്ഥ എന്തായി? അവർക്ക് അവരുടെ ബുക്കിംഗ് ഗ്യാസ് പോലും ജർമ്മനിക്ക് വലിയ ബുദ്ധിമുട്ടായി തുടങ്ങിയിരുന്നു. ഇതൊരു ചെയിനാണ്, ഒരു ലോകം മുഴുവൻ. അപ്പൊ ആ ചെയിൻ മുറിച്ചുകൊണ്ട് അത് പോവുക പ്രയാസകരമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമുക്കൊക്കെ ആഫ്രിക്കയിലൊക്കെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇല്ലായിരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല, നമ്മളോടൊക്കെ ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളാണ്. ഏതായാലും ഇറാൻ പരസ്യമായി തന്നെ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു. അമേരിക്കയാണ് ഞാൻ ഇപ്പോഴും ഉറ്റുനോക്കുന്ന ട്രംപ് എന്ത് പറയും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഇനി പറയാൻ വേറൊന്നുമില്ല. കാരണം അവിടെ പാർലമെന്റ് പാസ്സായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആകെ ഉള്ളത് ഈ പറയുന്ന അവരുടെ ഹൈ അതോറിറ്റി ഒരു കമ്മിറ്റിയാണ്. അവർ കൂടി ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അമേരിക്കക്ക് ഇറാനെ ആക്രമിക്കുകയല്ലാതെ, ഡയറക്റ്റ് ആക്രമിക്കുകയല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇനിയിപ്പം ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു വെടിനിർത്തലിന് ശേഷം ഘട്ടം ഘട്ടമായി ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകുക. അതിനിപ്പോൾ ആര് മുൻകൈ എടുക്കും എന്നുള്ളതാണ് ഒരു വലിയ വിഷയം. നിലവിൽ ഇപ്പൊ അതിനകത്ത് മുൻകൈ എടുക്കാൻ സാധ്യത ഒരുപക്ഷെ ഖത്തർ ഇടപെട്ടേക്കുമായിരിക്കും. അപ്പൊ അതുപോലെ ഖത്തറാണ് മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾക്കൊക്കെ ആദ്യം ഇടപെടുന്നത്. അങ്ങനെ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെ പോകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.